അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നമാണ്. തൻ്റെ അടുത്ത് നിന്ന് പോകുന്ന ഈ പ്രധാനപ്പെട്ട എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട അയാൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള പേടിയാണ്. ഇനി പാരൻസിൻ്റെ ഒക്കെ ഒരു കാര്യത്തിലേക്ക് വരുന്ന സമയത്തും ഇതുപോലൊക്കെ തന്നെയാണ്. മക്കളൊന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് വരെ പേടിയായിരിക്കും. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിച്ചിട്ട് ചെക്ക് ചെയ്യും, എവിടെ എത്തി, എന്താ വരാത്തത് എന്നുള്ള രീതിയിലേക്ക് ചെക്ക് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് മുതിർന്ന ആളുകളിലേക്ക് വരാറുള്ളത്. ജെയിൻ എന്ന് പറയുന്ന ഒരു കുട്ടി നഴ്സറിയിലേക്ക് കൊണ്ടാക്കുകയാണ്. സാധാരണഗതിയിൽ നഴ്സറിയിലേക്കൊക്കെ ആദ്യ ദിവസം കൊണ്ടാക്കുമ്പോൾ കുട്ടികൾ ഭയങ്കരമായിട്ട് കരയും. അച്ഛനോ അമ്മയോ തിരിച്ചു പോരുന്ന സമയത്ത് ഈ കുട്ടിയും കരഞ്ഞു. നല്ല കരച്ചിലായിരുന്നു. അച്ഛൻ അവിടെ ഇരുന്നു. ബാക്കിയുള്ള പാരൻസ് ഒക്കെ പോയുമ്പോഴും അച്ഛന് അവിടെ ഇരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ദിവസം കൊണ്ടാക്കിയപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. അച്ഛൻ അവിടെ ഇരിക്കേണ്ടി വന്നു. മൂന്നാമത്തെ ദിവസം കൊണ്ടാക്കിയപ്പോഴും ഇതേപോലെ തന്നെയാണ്. അവസാനം അച്ഛന് ഓഫീസ് റൂമിൽ ഒരു ചെയർ ഇട്ടിട്ട് അവിടെ ഇരുത്തേണ്ടി വന്നു. 3-4 ദിവസം കഴിഞ്ഞിട്ടും ഇതിന് മാറ്റമൊന്നും ഇല്ല എന്നായപ്പോൾ സ്വാഭാവികമായിട്ടും ടീച്ചേഴ്സ് പറഞ്ഞു, ഒന്നൊരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയാണ് ഇവിടേക്ക് വരുന്നത്. അങ്ങനെ വന്നിട്ട് പാരൻസിനോടൊക്കെ ചോദിച്ച സമയത്ത് ഇങ്ങനെ ഇതേ വിഷയം പറഞ്ഞു. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വിഷയങ്ങൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അച്ഛനോടോ അമ്മനോടാണ് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളത്. അതിലും കൂടുതൽ അച്ഛനോടാണ് ഭയങ്കരമായിട്ട് അടുപ്പമുള്ളത്. അച്ഛനൊന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പ്രശ്നമാണ്. ഒന്ന് പണിക്കൊക്കെ ജോലിക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് കരച്ചിലും പിടിച്ചിലൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സോപ്പിട്ടിട്ടൊക്കെയാണ് അച്ഛന് വീട്ടിലേക്ക് ജോലിക്ക് പോകാറുള്ളത്. അത് തന്നെ അച്ഛൻ പോയി കഴിഞ്ഞിട്ട് ഒരുപാട് സമയം കരയൊക്കെ ചെയ്യും. പിന്നെ റൂമിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കളിക്കുന്നൊക്കെ സമയത്ത് രാത്രിയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും അമ്മ റൂമിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. പുറത്തേക്ക് വിടൂല. ഇനിയിപ്പോൾ അമ്മ പോവുകയാണെങ്കിൽ തന്നെ പിന്നാലെ പോയിട്ട് അമ്മ എവിടെയാണോ അവിടെയാണ് ഇരിക്കുക. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഓൾറെഡി ആ കുട്ടിക്ക് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. ഇത് സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറയുന്ന ആങ്സൈറ്റി ഡിസോർഡറിൽ വരുന്ന ഒരു പ്രശ്നമാണ്. മിക്കവാറും കുട്ടികളിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഈ സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറയുന്നത്. എൻ്റെ പേര് ഫർഹാൻ, കോൺവോ വെൽനസ് സെന്ററിൽ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റാണ്. സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറയുന്നത് ജീവിതത്തിൽ നമുക്ക് വളരെ പ്രധാനമുള്ള അല്ലെങ്കിൽ ഭയങ്കര അടുപ്പമുള്ള ആളുകൾ അല്ലെങ്കിൽ വളർത്തുന്ന പട്ടി പൂച്ച പോലെയുള്ള പെറ്റുകളൊക്കെ അടുത്ത് നിന്ന് മാറുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പേടി വരുന്ന ഒരവസ്ഥയാണ്. പേടി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കുട്ടികൾ ഒറ്റക്കാവുന്ന സമയത്ത് പേടിക്കാറുണ്ട്. അത് അവർക്ക് പേടിയാവുന്നത് കൊണ്ടാണ്. ആരെങ്കിലും വരുമോ, എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതൊക്കെ പേടിച്ചിട്ടാണ്. പക്ഷേ സെപ്പറേഷൻ ആങ്സൈറ്റി ഉണ്ടാകുന്ന സമയത്ത് കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്കാണെങ്കിലും പേടി വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ അടുത്ത് നിന്ന് പോകുന്ന ഈ പ്രധാനപ്പെട്ട എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട അയാൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള പേടിയാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് തിരിച്ചു വരാതിരിക്കുമോ എന്നുള്ളൊരു പേടിയാണ് ഈ സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറയുന്നത്. സെപ്പറേഷൻ ആങ്സൈറ്റി മിക്കവാറും കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത്. ചിലപ്പോഴൊക്കെ മുതിർന്ന ആളുകളിലേക്കും ഒരു അഡോളസെൻ്റ് കൗമാരപ്രായമൊക്കെ കഴിഞ്ഞ് ഒരു യുവത്വത്തിലേക്ക് പോകുന്ന സമയത്തും അഡൾട്ട്ഹുഡിലേക്കൊക്കെ പോകുന്ന സമയത്തും മിക്കവാറും സമയത്ത് കാണപ്പെടാറുണ്ട്. ചിലപ്പോൾ കുട്ടികൾക്ക് അമ്മമാര് അച്ഛന്മാര് അല്ലെങ്കിൽ ഏട്ടൻ അനിയത്തി ഇങ്ങനെയുള്ള ആളുകൾ പോകുന്ന സമയത്ത് പേടിയുണ്ടാവും. ചിലപ്പോഴൊക്കെ അമ്മമാർക്കും അച്ഛന്മാർക്കും മക്കള് വിട്ടു പോകുന്ന സമയത്ത് അടുത്തുനിന്ന് പോകുന്ന സമയത്ത് പേടിയുണ്ടാവും. പല രീതിയിലാണ് ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ റൂമിൽ ഇരിക്കുന്ന ഒരു കുട്ടി റൂമിൽ ഇരുന്ന് കളിക്കുകയാണെങ്കിൽ ചില കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് ആ വീട്ടിലെവിടെയെങ്കിലൊക്കെ അമ്മ ഉണ്ടായാൽ മതി, വീട്ടിലെവിടെയെങ്കിലും ഉണ്ട് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ട് ഉറപ്പിക്കുകയൊക്കെ ചെയ്യും. ഇനി ചില കുട്ടികളുടെ കാര്യത്തിലാകുന്ന സമയത്ത് റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അതായത് കുട്ടി ആ റൂമിൽ ഇരുന്ന് കളിക്കുകയാണെങ്കിൽ അമ്മയാണെങ്കിൽ അല്ലെങ്കിൽ അച്ഛനാണെങ്കിൽ ആ റൂമിൽ ഇരുന്നിട്ട് തന്നെ അവരെ കൂടെ തന്നെ ഇരിക്കേണ്ടി വരും. ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുട്ടിക്ക് പേടിയും കരച്ചിലും ആയിരിക്കും. പുറത്ത് പോകണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്നിട്ട് പറഞ്ഞിട്ട് കാര്യം. ചില ആളുകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി. പക്ഷേ കളിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ അച്ഛനമ്മമാരൊക്കെ വീട്ടിൽ വേറെ എന്തെങ്കിലും പണിയിലാണെന്ന സമയത്തും ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചെക്ക് ചെയ്യും അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്നുള്ളത്. ഇനി കുറച്ച് സമയത്തേക്ക് കാണാതിരുന്നാൽ ചിലപ്പോൾ ബാത്റൂമിലൊക്കെ പോയതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അച്ഛൻ പുറത്തു പോയതുകൊണ്ടായിരിക്കാം, അങ്ങനെ കാണാതിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കരയുന്ന ഒരവസ്ഥയിലേക്ക് മാറും. ചിലപ്പോൾ അച്ഛനോ അമ്മയൊക്കെ ബാത്റൂമിൽ പോവുകയാണെങ്കിൽ തിരിച്ച് വരുന്നത് വരെ ഡോറിൽ തട്ടിയിട്ട് കരച്ചിലായിരിക്കും. അങ്ങനെ ആർത്ത് കരഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എന്തോ പേടിച്ചതുപോലെ ആർത്ത് കരയും. ഇപ്പോൾ ബാത്റൂമിൽ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകണം. പക്ഷേ ഒറ്റക്ക് ആവുന്ന സമയത്ത് ബാത്റൂമിൽ ഒറ്റക്ക് അച്ഛനോ അമ്മയോ ആവുന്ന സമയത്ത് കുട്ടികൾക്ക് ഭയങ്കര പേടിയായിരിക്കും. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇത് കാണുന്ന സമയത്ത് കുട്ടി ഭയങ്കര പേടിയാണ്. കുട്ടിക്ക് അച്ഛനും അമ്മയും ഒന്നും അടുത്തില്ലാതെ പറ്റൂല എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാവുക. ഇതിൻ്റെ കൂടെ തന്നെ വീട്ടിലേക്ക് വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവർ അച്ഛൻ്റെ അമ്മേൻ്റെ തോളിലേക്ക് കയറും. അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും സംസാരിക്കാൻ വന്നാൽ അവരോട് സംസാരിക്കില്ല.
പറ്റില്ല. പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ട് അച്ഛനോ അമ്മയോ അവരുടെ കൂടെ പോകാൻ നിൽക്കുകയാണെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ വിചാരിക്കുക അച്ഛനോടും അമ്മനോടും അത്രത്തോളം അടുപ്പമുള്ളത് കൊണ്ട് ആണ് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങൾക്കും അച്ഛനെയും അമ്മനെയും ആശ്രയിച്ചിട്ട് തന്നെയായിരിക്കും ഇരിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഇവർ ചുറ്റുപാടും വേണ്ടി വരും. അങ്ങനെ മാറുന്ന സമയത്തും ഭയങ്കര പ്രശ്നമായിരിക്കും. ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറയുന്നതും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നതും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുന്നത് കൊണ്ട് തന്നെ അതിനെ മൈൻഡ് ചെയ്യാതെ ഇരിക്കാൻ, അഥവാ അങ്ങനെ കരഞ്ഞോട്ടെ എന്ന് വിചാരിക്കാൻ പാരൻസിന് കഴിയൂല. കാരണം അത്രയും ശക്തമായിട്ടായിരിക്കും, അത്ര പേടിച്ചിട്ടായിരിക്കും കുട്ടികൾ കരയുക. തേങ്ങലടിച്ചൊക്കെ കരയുന്നുണ്ടാവും. അപ്പോൾ അതിനെ മൈൻഡ് ചെയ്യാതെ വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുട്ടികളുടെ കാര്യത്തിൽ ഇങ്ങനെയാണ്. ഇനി പാരൻസിൻ്റെ ഒക്കെ ഒരു കാര്യത്തിലേക്ക് വരുന്ന സമയത്തും ഇതുപോലൊക്കെ തന്നെയാണ്. മക്കളൊന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് വരെ പേടിയായിരിക്കും. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിച്ചിട്ട് ചെക്ക് ചെയ്യും, എവിടെ എത്തി, എന്താ വരാത്തത് എന്നുള്ള രീതിയിലൊക്കെ ചെക്ക് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് മുതിർന്ന ആളുകളിലേക്ക് വരാറുള്ളത്. പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി ഉണ്ടാവാം. മിക്കവാറും ഈ സെപ്പറേഷൻ ആങ്സൈറ്റി ഉണ്ടാവുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ വളരെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു ജന്തു നമ്മളെ പെറ്റൊക്കെ ആണെങ്കിൽ അത് നമ്മളുടെ കൺമുമ്പിൽ വെച്ചിട്ട് മരണപ്പെടുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് കാണാതാവുകയൊക്കെ ചെയ്യുന്ന ഒരവസരത്തിലാണ്. ഈ ജെയിന് എന്ന് പറയുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു വീട്ടിൽ. ഒരു 1-1.5 വയസ്സ് വരെയൊക്കെ ആ കുട്ടിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ഇത് പെട്ടെന്ന് റോട്ടിലേക്ക് പോവുകയും ആക്സിഡൻ്റ് ആയിട്ട് മരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷമാണ് കുട്ടിക്ക് ഈ സെപ്പറേഷൻ ആങ്സൈറ്റി വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഭയങ്കര സ്നേഹിക്കുന്ന ആരെങ്കിലും മരിക്കുന്ന സമയത്ത്, കാണാതാവുന്ന സമയത്തൊക്കെയാണ് ഈ സെപ്പറേഷൻ ആങ്സൈറ്റി ഉണ്ടാവുന്നത്. ഈ സെപ്പറേഷൻ ആങ്സൈറ്റി ഉണ്ടാവുന്ന സമയത്ത് കുട്ടികൾക്ക് ഇങ്ങനെ പുറത്തു പോയി ശീലിച്ചത് കൊണ്ട്, അല്ല കൂടെയുള്ള ആളുകൾ പുറത്തു പോയി ശീലമാകുകയും തിരിച്ചു വരികയും ചെയ്തുകൊണ്ട് മാത്രം ഒരു പക്ഷേ ഈ സെപ്പറേഷൻ ആങ്സൈറ്റി മാറാറില്ല. ചില ആളുകൾക്ക് അങ്ങനെ മാറാറുണ്ട്. സ്കൂളിലൊക്കെ പോയി തുടങ്ങി പതുക്കെ അതൊക്കെ കുറയും. പക്ഷെ മിക്കവാറും സമയത്ത് കുട്ടികൾക്ക് ഇങ്ങനെ മാറാറില്ല. നല്ല ട്രീറ്റ്മെൻറ്റും തെറാപ്പിയൊക്കെ കിട്ടിയതിന് ശേഷമാണ് മാറാറുള്ളത്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആർക്കെങ്കിലും കുട്ടികളിലൊക്കെ കാണുകയാണെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണിച്ച് തെറാപ്പി എടുക്കാവുന്നതാണ്, ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.